എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ കൂടെ ഒരു ജോലി കിട്ടിയ ടൈമിൽ എനിക്ക് കിട്ടിയ കമ്പനി സർവീസ് ബേസ്ഡ് കമ്പനിയാണോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ അത് നമുക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ ഇപ്പം ഞാൻ ബാക്കിയുള്ള നമ്മുടെ ഫർദർ ബാച്ചുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്കും ഇതേ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഷോർട്സ് വീഡിയോ ചെയ്യുന്നത്. സോ IT കമ്പനി 2 ടൈപ്പ് ഉണ്ട്. പ്രൊഡക്റ്റ് കമ്പനി ഉണ്ട്, പ്രൊഡക്റ്റ് ടൈപ്പ് ഉണ്ട്, സർവീസ് ബേസ്ഡ് ഉണ്ട്. സോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് തന്നെ മനസ്സിലാവും. അതായത് ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് അവരുടെ വിൻഡോസ് ഇറക്കുന്നുണ്ട് അല്ലേ, അത് അവർ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് അത് വാങ്ങി യൂസ് ചെയ്യുന്നു അല്ലേ. സോ മൈക്രോസോഫ്റ്റിന്റെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡിസൈനേഴ്സ് ഒക്കെ നമ്മുടെ ഫീൽഡിലൊക്കെ ഇറങ്ങി എന്തൊക്കെയാണ് ആളുകൾക്ക് ജനറൽ ആയിട്ട് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് അവരൊരു പ്രൊഡക്റ്റ് ഒരുപാട് പേർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു അല്ലെ. അതാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ തിരിച്ച് സർവീസ് ബേസ്ഡ് കമ്പനി എന്താണ്? ഇപ്പൊ നിങ്ങൾ ചെറിയൊരു സ്ഥാപനം റൺ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു ചെറിയൊരു വെബ്സൈറ്റ് വേണം, അല്ലെങ്കിൽ ചെറിയൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി വേണം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്പനി പോയി റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണം, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വേണം. അപ്പൊ അവരത് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണം, നിങ്ങൾക്കൊരു ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ വേണം, എന്തും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളൊരു കമ്പനി അടുത്ത് പോയി പറയുന്നു, അവർ ഉണ്ടാക്കി തരുന്നു. അങ്ങനത്തെ കമ്പനികളാണ് സർവീസ് ബേസ്ഡ് കമ്പനി. നിങ്ങൾക്ക് വേണ്ടി ഒരു സർവീസ് തരുന്ന കമ്പനികളാണ് സർവീസ് ബേസ്ഡ് കമ്പനി. നമ്മുടെ ഇൻഫോസിസ്, വിപ്രോ എല്ലാം അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് സർവീസ് കൊടുക്കുന്ന കമ്പനികളാണ്. അതേസമയം മൈക്രോസോഫ്റ്റ്, ഒറാക്കിള്, ആമസോൺ ഇവരെല്ലാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് വിൽക്കുന്നതാണ്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ. അപ്പൊ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ എന്തായാലും സർവീസ് ബേസ്ഡ് കമ്പനിയിൽ കിട്ടുന്നതിനേക്കാളും സാലറി എന്തായാലും കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. കാരണം പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിക്കാണ് ലാഭം കൂടുതൽ. ഇപ്പൊ സർവീസ് ബേസ്ഡ് കമ്പനിയിൽ ഇൻഫോസിസിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാസം ഒരു 25,000 രൂപ അല്ലെങ്കിൽ വർഷം നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വർഷത്തെ സാലറിയെങ്കിൽ, മൈക്രോസോഫ്റ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് തന്നെ വർഷം ചിലപ്പോൾ എത്രയാണ്, ഒരു 21-25 ലാക്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സാലറി. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒരു 10 ഇരട്ടിയോളം ഡിഫറൻസ് വരും. അതിനനുസരിച്ച് വർക്ക് എൻവയോൺമെന്റും വർക്ക് കൾച്ചറും എല്ലാം ഡിഫറൻസ് വരും. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ എന്തായാലും നല്ലൊരു വർക്ക് കൾച്ചർ ആയിരിക്കും, വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും സർവീസ് ബേസ്ഡ് കമ്പനി കാട്ടിലും. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നിങ്ങളോട് നിങ്ങൾ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. സോ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ ചാനലിൽ IT റിലേറ്റഡായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഔട്ട്. നിങ്ങൾക്ക് ഈ ഡൊമൈൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.